ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച പള്ളിച്ചട്ടമ്പി എന്ന മലയാളം മൂവിയാണ്. കഥ തുടങ്ങുന്നത് 1950കളിൽ കർണാടക കേരള അതിർത്തിയിലുള്ള കാനിയാർ എന്ന ഗ്രാമത്തിലാണ്. അവിടുത്തെ ക്രൂരനായ ജന്മി പട്ടേലർ ജനങ്ങളെ അടിച്ചമർത്തുന്ന കാലം. പട്ടേലരുടെ ഗുണ്ടകൾ ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്നിടത്താണ് സിനിമയുടെ തുടക്കം. ആ കൂട്ടുകൊലയിൽ അതിജീവിക്കുന്ന ഏക ബാലൻ. രാത്രി ചീവീടുകളുടെ കരച്ചിൽ കേട്ട് പേടിച്ച് ആ കുഞ്ഞ് കരയുകയാണ്. എന്നാൽ അതുവഴി വരുന്ന മറ്റൊരു കുടുംബം ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നോക്കുമ്പോൾ ഒരു മരത്തിൽ 5-6 പേരെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അതിലൊരമ്മ തന്റെ കുഞ്ഞിനെ ദേഹത്തോട് ചേർത്ത് ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വയസ്സായ ആള് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് പോയി നോക്കുന്നു. അപ്പോഴാണ് ആ കുഞ്ഞിനെ കെട്ടിയ തുണി അഴിഞ്ഞ് കുഞ്ഞ് താഴേക്ക് വീഴാൻ പോകുന്നത്. അപ്പോഴേക്കും ആ വൃദ്ധൻ വേഗം കുഞ്ഞിനെ പോയി പിടിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷിച്ച് അവർ കൂടെ കൊണ്ടുപോവുകയാണ്. അവർ താമസിച്ചിരുന്ന മലയോര പ്രദേശത്ത് ഒരുപാട് കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കുഞ്ഞമ്പു നമ്പ്യാർ അടക്കി വാഴുകയാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ജനങ്ങളെ ദ്രോഹിക്കുന്നത്, അതുപോലെയാണ് ഈ കുഞ്ഞമ്പു നമ്പ്യാർ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആ മലയോര പ്രദേശം സ്വന്തം കൈപ്പിടിയിലാക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ കുഞ്ഞമ്പു നമ്പ്യാർ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒപ്പം നിന്ന് ജനങ്ങളെ ദ്രോഹിക്കുവാനും കുഞ്ഞമ്പു നമ്പ്യാർ കൂട്ടുനിൽക്കുന്നു. എന്നാൽ ഈ കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവർ കരുതിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ മാത്രമാണ് തങ്ങളെ ദ്രോഹിക്കുന്നത് എന്നതായിരുന്നു. അങ്ങനെ 10 വർഷം കടന്നുപോയി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നടക്കുന്നത്. എന്നാൽ ആ നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അവർ എതിർക്കുന്നു. കാരണം ആ ഗ്രാമത്തിലുള്ളവർ കൂടുതലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം ലക്ഷ്യം വെക്കുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ്, ആർക്കും ഒരു മതം എന്നതില്ല. എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്ക് ഇതത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടുകൂടി ക്രിസ്ത്യൻ മതത്തിലുള്ളവർ മതം ഉപേക്ഷിച്ച് പോകുകവരുണ്ടായി. ഇതാ ഗ്രാമത്തിലെ പള്ളിയിലെ ഫാദറിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഫാദർ ജനങ്ങളോട് പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർക്കണമെന്നായിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ചെറുപ്പക്കാർ മതം വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറകെ പോയതോടെ മതം അന്യം നിന്നു പോകുമോ എന്ന ഭയം ഫാദറിനുണ്ടായിരുന്നു. നമ്മുടെ മതം പിരിഞ്ഞു പോകാതിരിക്കാൻ കരുത്തനായ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ഫാദർ ജനങ്ങളോട് പറഞ്ഞു. മതം വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നവരെ വിരട്ടി തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഫാദറിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ആ ഗ്രാമത്തിന് പുറത്തു നിന്നും നായകനായ ക്രിസ്റ്റഫറിനെ കൊണ്ടുവരുന്നു. ക്രിസ്റ്റഫർ ഗ്രാമത്തിലെത്തിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെപ്പറ്റിയും ആ ഗ്രാമത്തെപ്പറ്റിയുമെല്ലാം ഫാദർ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു കൊടുക്കുന്നു. ക്രിസ്റ്റഫർ നാട്ടിലെത്തി ആദ്യം ചെയ്തത് പള്ളിയുടെ മുൻപിൽ വെച്ചിരുന്ന പാർട്ടിയുടെ കൊടിയെടുത്ത് മാറ്റുകയായിരുന്നു. അതിനുവേണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ജോർജ് എന്നാൾ അവിടേക്ക് വരുന്നു. അങ്ങനെ ജോർജുമായിട്ട് വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ ഫൈറ്റിനൊടുവിൽ ജോർജിനെ ക്രിസ്റ്റഫർ അടിച്ചു തെറിപ്പിക്കുകയാണ്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയെടുത്ത് ദൂരെ കളയുന്നു. അതോടെ ഫാദറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അടുത്ത ദിവസം രാവിലെ ഫാദർ കാണുന്ന കാഴ്ച ക്രിസ്റ്റഫർ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം തന്നെ ഓരോ അടവും വിദ്യയുമെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ക്രിസ്റ്റഫർ പറയുന്നത് താൻ ഈ ഗ്രാമത്തിലില്ലെങ്കിൽ പോലും തന്റെ ദേഹത്ത് കൈവയ്ക്കുന്നവരെ തിരിച്ച് കൈവയ്ക്കാൻ പഠിക്കണമെന്നതായിരുന്നു. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ആ ഗ്രാമത്തിലെ ആളുകളുടെ പ്രിയപ്പെട്ടവനായി മാറുകയാണ് ക്രിസ്റ്റഫർ. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയുമായി പള്ളിയുടെ പരിസരത്ത് പോലും ആരും വരാൻ പോലും ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഈ ക്രിസ്റ്റഫറിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല. ഓരോ ഗ്രാമത്തിൽ ചെന്ന് ക്രിസ്റ്റഫർ അവിടെയുള്ളവരെ കുറിച്ചെല്ലാം അറിയുകയാണ്. ക്രിസ്റ്റഫറിന്റെ കൂടെ എപ്പോഴും ഒരു പയ്യൻ കൂടെ കാണും. ഒരു ദിവസം ഒരു പെൺകുട്ടി ക്രിസ്റ്റഫർ കാണുകയും അവളുടെ പേര് കേൾക്കുമ്പോൾ ക്രിസ്റ്റഫറിന് തന്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു. ക്രിസ്റ്റഫറിനെ എടുത്ത് വളർത്തിയ സീത ചേച്ചിയാണ് ക്രിസ്റ്റഫർ ഓർത്തത്. അപ്പോഴാണ് ക്രിസ്റ്റഫർ ശരിക്കും ആരാണെന്ന് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ ബ്രിട്ടീഷുകാർ മരത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ ആ വഴി പോയിരുന്ന കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞാണ് യഥാർത്ഥത്തിൽ ക്രിസ്റ്റഫർ. അവനെ വളർത്തിയത് കൂടുതലുണ്ടായിരുന്ന സീത എന്നു പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ സീൻ അവിടെ കട്ടായി. ഇപ്പൊ പ്രസന്റിൽ ആ ഗ്രാമത്തിലേക്ക് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു. മതമൊന്നും വേണ്ട, മനുഷ്യരെല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ അവിടേക്ക് വന്നത്. എന്നാൽ അവരെല്ലാവരും തന്നെ ക്രിസ്റ്റഫർ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഒരു നാടകം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ നാടക ട്രൂപ്പുകാർ ആ ഗ്രാമത്തിലെത്തുന്നു. ആ നാടക ട്രൂപ്പുകാർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളവരാണ്. കാരണം ആ ട്രൂപ്പിൽ സുന്ദരിയായ ഒരു നായികയുണ്ട്. അവളാണ് റെബേക്ക. അവളെ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ചെറുപ്പക്കാരും എത്തുമായിരുന്നു. ആ നാടക ട്രൂപ്പിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ആ നാടകം കാണാൻ ആ ഗ്രാമത്തിലുള്ള ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആരും തന്നെ കൂട്ടാക്കിയിരുന്നില്ല. റെബേക്കയെ കുറിച്ച് അറിഞ്ഞ ക്രിസ്റ്റഫർ അവളെ കാണാൻ വേണ്ടി മാത്രം ആ നാടകം കാണാനെത്തി. നാടകം കഴിഞ്ഞതോടെ റെബേക്കയെ ഗ്രാമത്തലവന്റെ ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം അറിയുന്ന ക്രിസ്റ്റഫർ ഗ്രാമത്തലവന്റെ ഗുണ്ടകളിൽ നിന്നും റെബേക്കയെ രക്ഷിക്കുന്നു. നാടകം കാണാൻ വന്നവരെല്ലാം തന്നെ ആസ്വദിക്കുകയാണ് ചെയ്യാറ്. ആദ്യമായാണ് ഒരാൾ തന്നെ സ്വന്തം റിസ്കിൽ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെബേക്കയ്ക്ക് ക്രിസ്റ്റഫറിനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നുന്നു. പിറ്റേ ദിവസം റെബേക്ക ക്രിസ്റ്റഫറിനെ കാണാൻ ചെല്ലുന്നു. തന്നെ രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരാണെങ്കിലും ക്രിസ്റ്റഫറിന് നാടകം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നാടകത്തിലെ ചില ഭാഗങ്ങൾ ക്രിസ്റ്റഫറിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. കാരണം അതെല്ലാം തന്നെ ക്രിസ്റ്റഫറിന്റെ ലൈഫുമായി സാമ്യമുള്ളതായിരുന്നു.
അതിലൊരു പോലീസുകാരൻ പൂട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ ചവിട്ടിക്കൊല്ലുന്ന സീനുണ്ടായിരുന്നു. അതുതന്നെ വളർത്തിയ സീത ചേച്ചിയുടെ മരണത്തെ ഓർമ്മപ്പെടുത്തിയെന്ന് ക്രിസ്റ്റഫർ പറയുന്നു. സങ്കടപ്പെട്ട് കരയുന്ന ക്രിസ്റ്റഫറിനെ റെബേക്ക ആശ്വസിപ്പിക്കുന്നു. അതേസമയം ക്രിസ്റ്റഫർ റെബേക്കയോട് ഒരു കാര്യം കൂടി പറയുന്നു. തന്റെ യഥാർത്ഥ പേര് ക്രിസ്റ്റഫർ എന്നല്ല, കൃഷ്ണൻ നായർ എന്നാണെന്ന് റെബേക്കയെ അറിയിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നാടകമെല്ലാം കളിക്കുമായിരുന്നു. രാവണന്റെ വേഷമാണ് ഞാൻ കൂടുതലും ചെയ്യാറെന്ന് അവൻ പറയുന്നു. അത് കേട്ട് റെബേക്ക ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്റ്റഫർ എന്ന കള്ളപ്പേരിൽ ഇവിടെ നിൽക്കുന്നത്? എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യൻ മതമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല, എല്ലാവരും തുല്യരാണെന്നും മതമില്ലാതെ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നതെന്ന് ക്രിസ്റ്റഫർ റെബേക്കയോട് പറയുന്നു. അതേസമയം റെബേക്ക ഒരു കാര്യം കൂടി പറയുന്നു. നീ ക്രിസ്റ്റഫർ അല്ലെന്നും കൃഷ്ണൻ നായരാണെന്നും എനിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. നീ ചെയ്ത നാടകത്തിലെ രാവണ വേഷമെല്ലാം ഞാൻ മുന്നേ തന്നെ കണ്ടിട്ടുണ്ടെന്ന് റെബേക്ക പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ പരിചയപ്പെടുകയും ക്രിസ്റ്റഫറിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ റെബേക്കയ്ക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും ചെയ്യാണ്. എന്നാൽ പിറ്റേ ദിവസം ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ക്രിസ്റ്റഫർ എന്ന പേരിൽ കള്ളപ്പേര് പറഞ്ഞാണ് അവനോട് എത്തിയിരിക്കുന്നെന്ന കാര്യം ഫാദർ അറിയുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ഫാദർ തീരുമാനിക്കുകയാണ്. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട എല്ലാവരും തന്നെ അവനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം വേണ്ടി അവൻ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും നോക്കാതെ അവൻ ആ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ വേഗം അവിടെ നിന്നും റെബേക്കയെ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് അവളോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ റെബേക്ക പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് നാടകം കാണാൻ വന്നപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ ഗ്രാമവാസികൾക്കിടയിൽ ഇനി നിൽക്കരുതെന്നും എല്ലാം ഉപേക്ഷിക്കണമെന്നും റെബേക്ക പറയുന്നു. എനിക്കെന്തായാലും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കാമെന്ന് റെബേക്ക പറയുമ്പോൾ കൃഷ്ണന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്നും യാത്രയായി. റെബേക്ക അടുത്ത ഗ്രാമത്തിലേക്ക് നാടകത്തിനായി ബസ്സിൽ കയറി പോവുകയാണ്. ആ സമയം ദുഷ്ടനായ ഗ്രാമത്തലവൻ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ നാട്ടിലേക്ക് അയക്കുന്നു. അയാൾ കാണുന്നവരെല്ലാം തന്നെ കൊല്ലുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ജനങ്ങളുടെ സമാധാനം കെടുത്തി അവരെ ആ നാട്ടിൽ നിന്നും ഓടിക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾ ആ ഗ്രാമത്തിലെത്തി ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അതേസമയം നാടകത്തിനായി അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ്സിനെ അയാൾ തടഞ്ഞു നിർത്തി. അതിലുള്ളവരെല്ലാം തന്നെ അയാൾ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ആ കൂട്ടത്തിൽ റെബേക്കയും ഉണ്ടായിരുന്നു. റെബേക്കയും അയാൾ ക്രൂരമായി ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അയാളുടെ കയ്യിൽ റെബേക്കയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ടാണ് അയാൾ ആ ബസ്സിൽ നിന്നും ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഈ ഒരു വിവരം കൃഷ്ണൻ അറിയുന്നു. അതോടെ കൃഷ്ണനാകെ തകർന്നു പോവുകയാണ്. കൃഷ്ണൻ ഒരുപാട് സ്വപ്നം കണ്ട ജീവിതം കൃഷ്ണന് എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു. ആ വേദന താങ്ങാനാവാതെ റെബേക്കയെ കാണാൻ വേണ്ടി കൃഷ്ണൻ എത്തുന്നു. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ അവിടെ നിന്നും അടിച്ചോടിക്കുകയും കുരിശുമലയിൽ സ്വന്തമായി ഭൂമിയുള്ളവരെല്ലാം തന്നെ കൊന്നുകളഞ്ഞ് ആ ഭൂമി സ്വന്തമാക്കാനും വേണ്ടിയായിരുന്നു ഗ്രാമത്തലവൻ ആ പോലീസുകാരനെ ആ നാട്ടിലേക്ക് അയച്ചത്. റെബേക്കയ്ക്ക് സ്വന്തമായി 2 ഏക്കർ ഭൂമി കുരിശുമലയിൽ ഉണ്ടായിരുന്നു. റെബേക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടി ഒരു സ്കൂൾ പണിയണം എന്നതായിരുന്നു. ആഗ്രഹം നടക്കാതെയാണ് റെബേക്ക പോയിരിക്കുന്നത്. അങ്ങനെ റെബേക്കയുടെ മരണാന്തര ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം കൃഷ്ണൻ ആ പോലീസുകാരനെ അയച്ചവരെ കുറിച്ച് അന്വേഷിക്കുന്നു. കറക്റ്റ് ആ മലയോര പ്രദേശത്ത് ഭൂമിയുള്ളവരെ ടാർഗറ്റ് ചെയ്താണ് അയാൾ കൊന്നിരിക്കുന്നത്. റെബേക്കയും മലയോര പ്രദേശത്ത് ഭൂമിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരോ ആ മല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൃഷ്ണന് ബോധ്യപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണൻ ജനങ്ങളോട് പറയുന്നു. മാത്രമല്ല മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഈ തമ്മിൽ തല്ലി നിർത്തുവാനും ഈ ഗ്രാമത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കൃഷ്ണൻ ജനങ്ങളോട് പറയുന്നു. അങ്ങനെ ജനങ്ങൾ പതിയെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവരെല്ലാം കൃഷ്ണന്റെ വാക്കുകളിൽ വിശ്വസിച്ചു. അവസാനം എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി പോരാടാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് സിനിമയിലെ മെയിൻ വില്ലനെ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഗ്രാമത്തിലുള്ളവരെല്ലാം തന്നെ കൊന്നുകളയുന്ന കുഞ്ഞമ്പു നമ്പ്യാർ എന്ന ഗ്രാമത്തലവനെ കാണിക്കുന്നു. വർഷങ്ങളായി ഗ്രാമത്തിലുള്ളവരെല്ലാം തന്നെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ വസ്തുക്കളെല്ലാം കൈക്കലാക്കുകയാണ് ഈ കുഞ്ഞമ്പു നമ്പ്യാർ. അതിന്റെ കാരണം ആ മലമുകളിൽ ധാരാളം സ്വർണ്ണഖനമുണ്ട്. ആ സ്വർണ്ണമെല്ലാം പതിയെ പതിയെ വെട്ടിയെടുക്കുകയാണ് കുഞ്ഞമ്പു നമ്പ്യാർ. അതിന് തടസ്സമായി വന്നപ്പോഴാണ് പള്ളിക്കാരെയും നാട്ടുകാരെയും അവിടെ നിന്നും ഓടിക്കാൻ വേണ്ടി കുഞ്ഞമ്പു നമ്പ്യാർ പോലീസിനെ അയച്ചത്. ഏകദേശം കാര്യങ്ങളെല്ലാം കൃഷ്ണന് മനസ്സിലായി. ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് തടയാൻ കൃഷ്ണൻ തീരുമാനിക്കുന്നു. കുഞ്ഞമ്പു നമ്പ്യാരെ തകർക്കണമെന്ന ലക്ഷ്യവുമായി കൃഷ്ണൻ അയാളുടെ അടുത്തേക്ക് പോകുന്നു. ഒരുപാട് പണമുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞമ്പു നമ്പ്യാർ പോലീസുകാരെല്ലാം തന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ജനങ്ങളെ ദ്രോഹിച്ചത്, അതുപോലെ തന്നെയാണ് പോലീസുകാരും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് കൃഷ്ണൻ എത്തി പോലീസുകാരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു. ഒരു ഘട്ടത്തിൽ റെബേക്കയെ കൊന്ന പോലീസുകാരൻ കൃഷ്ണന്റെ മുൻപിലേക്ക് വരുന്നു. റെബേക്കയെ കൊന്നത് അയാളാണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കിയതോടുകൂടി ആ പോലീസുകാരനെ കൃഷ്ണൻ ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ കൊന്നുകളയാണ്. അങ്ങനെ ആ പ്രശ്നം അവിടെ ഒതുക്കി തീർത്ത ശേഷം കൃഷ്ണൻ നേരം പോകുന്നത് കുഞ്ഞമ്പു നമ്പ്യാരെ കാണാൻ വേണ്ടിയാണ്. അവിടെത്തി ഒരു വലിയ ഫൈറ്റിന് വേണ്ടി നേർക്കുനേർ നിൽക്കുന്ന കുഞ്ഞമ്പു നമ്പ്യാറിനെയും കൃഷ്ണനെയും കാണിക്കുന്നു. ശേഷം ഒരു വലിയ ഫൈറ്റിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അവർക്കിടയിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ സിനിമയുടെ 2ാം ഭാഗത്തിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ മൂവികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.